അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വീഡിയോകൾ ഇങ്ങനെ ക്ലിപ്പുകൾ കണ്ടമാനം വന്നതുകൊണ്ട് ഏതിനാണ് പറയേണ്ടത് എന്ന് പിടുത്തം കിട്ടണില്ല. അക്കോലത്തിലാണ് എന്ത് ചെയ്യണത്, നമ്മളെ കുഞ്ഞാമീൻ്റെയും പമ്പേഴ്സിൻ്റെയും നൗസൂൻ്റെയും കുരു പൊട്ടിയിരിക്കണത് അക്കോലത്തിൽ പൊട്ടി വലിച്ചാണ്. സുബ്ഹാന ജല്ല ജലാലു. എന്തിയാതി പൊട്ടൽ അറിയോ? ഭയങ്കര പൊട്ടലല്ലേ പൊട്ടിയത്. കുറ്റിയാടി ചെന്ന് കാണ്ടാ പൊട്ടിയിരിക്കണത്. കുറ്റിയാടി ചെന്ന് കാണ്ട് പൊന്നാരൻ്റെ കുഞ്ഞേമതേ ഇജി എങ്ങനെ പൊട്ടിയിട്ടും കാര്യമില്ലടാ. അവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് മൗലാന പേരോട് ഉസ്താദ് തൊവ്വലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ ആ പണ്ഡിതൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ കാളമൂത്ര പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. ഏതായാലും കുഞ്ഞാമ പറയണേ, കുഞ്ഞാമീനെ മതിയളകിയത് നമുക്കൊന്നാണ് കേൾക്കുക. അങ്ങനെയാണേ കുഞ്ഞാമ ഇപ്പൊ കാട്ടണം എന്താ അറിയോ? ഉടച്ച മൂരിൻ്റെ അടുത്ത് പശുവിനെ കൊണ്ടുപോയി കൊടുത്താൽ ഒരു പരിപാടി ഉണ്ട്. ഇങ്ങനെ കയറാൻ അങ്ങനെ നോക്കും, പക്ഷെ കയറാൻ കഴിയൂല. അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് കണ്ടാണ്ടല്ലോ. പശുവിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഈ പശുവിൻ്റെ അടുത്ത് നിന്നിട്ട് ഉടച്ച കാള കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ ഇപ്പൊ കയറുന്നത് കയറാൻ കഴിയൂല എന്നതുപോലെയാണ് കുഞ്ഞേമത് കുറ്റ്യാടി ചെന്നിട്ട് ഇങ്ങോട്ട് മതിയളകി ആ രംഗത്ത് കാണാൻ നമുക്ക് കുഞ്ഞാമീന്റെ കുഞ്ഞാമോ അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ AP സമസ്തക്കാരെ മൂടുതാങ്ങികളായിട്ട് വേറെ കുറെ എണ്ണം ഇറങ്ങിക്കണ്. ഒരു കാര്യം പറഞ്ഞ ഈ വേറെ കുറെ എണ്ണം ഇറങ്ങിക്കണ് വരാൻ വേണ്ടി നിൽക്കേണ്ട കുഞ്ഞാമേ. അത് ആരാച്ചാണ് പറഞ്ഞളച്ചേ? ഓരോ പേരാണ് പറഞ്ഞത്. എനിക്ക് പേര് പറയാത്ര ഒരു വലിയ മടി. AP സമസ്ഥാനിച്ച് പറഞ്ഞല്ലോ. എൻ്റെ ആ പിന്നെ തൊള്ളായിട്ട് തന്നെ ആ തൊള്ള കക്കൂസിയായിട്ട് തന്നെ വെച്ചാൽ അതും പറഞ്ഞോളാ. ഏത് മറ്റീൻ്റെ പേരുമാണ് പറഞ്ഞോളാ. എന്താ എനിക്ക് പറയാത്ര ഒരു പിന്നെ പേടി ഇജൊരു ഭയക്കണെന്താ? ഞങ്ങൾ ആ കളി മശായിഖന്മാരെ മക്കളോട് വേണ്ട. ആരാപ്പ ഈ മശായിഖന്മാരെ മക്കള്? ഇജോ? ആരാ ഈ മശായിഖന്മാരെ മക്കള്? പിന്നെ ബംബൈസോ? ആരാ ഈ മശായിഖന്മാരെ മക്കള്? നൗഷാദോ? ആരാണ്? ഇങ്ങളാണോ മശായിഖന്മാരെ മക്കള്? സുബ്ഹാന ജല്ല ജലാലു. നിങ്ങൾ മശായിഖന്മാരെ മക്കളാണെങ്കിൽ ഒരു മശായിഖന്മാരെ മക്കളാണ് നിങ്ങൾ എങ്കിൽ ജനങ്ങൾ പിന്നെ ഒരു മശായിഖിന്റെ പിന്നിലും പോകില്ല. യാതൊരു സംശയമില്ല. വല്ലാഹി സത്യേലി യാതൊരു സംശയമല്ല. നിങ്ങൾ മശായിഖന്മാരെ മക്കളാണ് എന്ന് പറഞ്ഞല്ലോ ജി. ഇത് നല്ലൊരു നിഷ്പക്ഷവാദിയായ ഒരാളുടെ കയ്യിൽ കിട്ടിയ പടച്ചോനെ, ഇതാണോ മശായിഖന്മാരെ മക്കള്? സോറി, ഒരു സുല്ലിയറി മശായിഖന്മാരോട് ആ ജാതി ബടായും ബിടലും കൂരുത്തം കെട്ട വാക്കുകൾ വെച്ച് സംസാരിക്കുന്നത്. ബാക്കി പറയതല്ല. ഞങ്ങൾക്ക് ഇവിടെ സുന്നത്തിയമായത്തിന്റെ ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും വർത്താനൊക്കെ കേട്ടാക്കരുത്. പടച്ചോനെ നബരടുത്ത് സുന്നത്തിയമായത്ത് ഇങ്ങനെ നിറഞ്ഞ് കൊട്ടിയിൽ തുളുമ്പാണ്. ബക്കറ്റിൽ ഇങ്ങനെ തുളുമ്പാണ് ബലെ സുന്നത്തിയമായത്ത് കൊണ്ട്. ബലെ സുന്നത്തിയമായത്ത് ഗ്ലോബൽ വില്ലേജൊക്കെ പോയപ്പോ കേട്ടില്ലേ, നമ്മൾ കണ്ടില്ലേ? സുന്നത്തിയമായത്ത് ഇസ്ലാമിന്റെ കാണിക പോലെ എൻ്റെ അടുത്തില്ല. എൻ്റെ അടുത്തൊന്നല്ല, എൻ്റെ ഷെയ്ഖിന്റെ അടുത്തുമില്ല. കേട്ടുണ്ട് വെച്ചിട്ട് ബന്ധത്തെ സിക്കാരെന്തെല്ലാം കേട്ട് ഏതെല്ലാം നമ്മളെക്കാട്ടിലും ഉഷാറായിട്ട് കെട്ടൂലേ? തനി കെട്ട് സിക്കറി നമ്മളെക്കാട്ടിലും ഉഷാറായിട്ട് കിട്ടും. സിക്കർക്ക് നമ്മളെക്കാട്ടിലും ഉഷാറായിട്ട് താടി ഉണ്ടാവും. എന്തോ ഒരു ചെറുക്കുള്ള താടിയാണല്ലോ താടിയൊക്കെ. താടി തനി കെട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം സുന്നത്തിയമായത്ത് പോയിട്ട് ഇസ്ലാമിൻ്റെ കണിക പോലും നിങ്ങളടുത്ത് ഇല്ലാത്ത കാട്ടിക്കൂട്ടൽ ഞങ്ങൾ കാട്ടുന്നത്. ഗ്ലോബൽ വില്ലേജ് പോയിട്ട് പിന്നെ പൂർണ്ണനക്തരും അർദ്ധനക്തരുമായ ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടി നടക്കുക. അവിടെ കാട്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരൊപ്പം എന്നിട്ട് അവർക്ക് അനുസരിച്ചിട്ടുള്ള തുണി കുപ്പായ ഇട്ടിക്കുക. അതിൻ്റെ ഷെയ്ഖിൻ്റെ ഭാര്യയും കുട്ടികളും അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായി? വേറെ ഒരു രാജ്യത്തേക്ക് വന്നപ്പോൾ ബാക്കെന്ന് ഇങ്ങനെ നോക്കിയാൽ ഉള്ളിൽ എന്തൊക്കെയുള്ള വെച്ചാൽ അത് മുഴുവൻ അങ്ങനെ തെളിഞ്ഞു കാണും. അക്കോലത്തിലുള്ള ഇതിട്ടിക്കുക. അപ്പോൾ ആദ്യം ഗ്ലോബലിലേക്ക് ചെന്നപ്പോൾ മുഖം മറക്കാതെ പോയപ്പോൾ മുഖം മറക്കണ്ട എന്നുള്ളത് എനിക്ക് കിതാബ് ഓതി, ഹദീസ് ഓതി, ആയത്തോതി. പിന്നെ ഒരു തുടിയിൽ കയ്യും കാലും കൈ കണ്ടപ്പോൾ കയ്യിനും ഹദീസും ആയത്തും ഓതി. പിന്നെ കാല് കണ്ടപ്പോൾ തണ്ടൻകാല് വരെ ഇടേണ്ട ആവശ്യമില്ല. കാരണം പെട്ടെന്ന് ചാടാനും
മറിയാനൊക്കെ വന്നാലോ? അപ്പൊ അതുകൊണ്ട് അതും കുഴപ്പമില്ല എന്നുള്ളത് എൻ്റെ പമ്പേഴ്സ് പറഞ്ഞതാ. മനസ്സിലായി എനിക്ക്? എന്നിട്ട് നിങ്ങളാ സുന്നത്യമായത്ത് ഇസ്ലാമിന്റെ ആശയത്തിന് എതിരല്ലടാ നിങ്ങളാ പറഞ്ഞത് പ്രസംഗിച്ചിരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ കള്ളൻ്റെ ഭാര്യ അങ്ങനെ നടന്നു എന്നുള്ളതിൻ്റെ പേരിൽ. എന്നിട്ട് വല്ലാതെ പറഞ്ഞപ്പോൾ ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർത്തപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയല്ലേ ചെയ്തത്? ഞാനടക്കമുള്ള ആളുകളുടെ പേരിൽ കേസ് കൊടുക്കല്ലേ ഇത്? എൻ്റെ പേരൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്ത് ഫോട്ടോ വരെ കൊടുത്ത് ഇതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് എഴുതാണ്ട് കൊണ്ടേ കൊടുത്തിക്കുക. ഊസുറും പൊളി മാണ്ടേങ്ങന്മാരെ പണ്ട് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒന്നും വേണ്ടേ? എന്നിട്ട് കേസിൻ്റെ മുമ്പ് വയ്ക്കുക. എന്നിട്ട് എന്തേണ്ടായി? അത്തയ്യാത്തിൽ നുറാത്തിട്ട മാതിരിയായി. അത്തയ്യാത്തിൽ നുറാത്തിട്ട എല്ലാവർക്കും അറിയില്ലേ? ഒക്കെ ബാത്തിലായല്ലോ. നിങ്ങൾ കാട്ടിക്കൂട്ടുക. എന്നിട്ടും കേട്ടോ ഹദീസും ആയത്തത് ഇസ്ലാമിന് വിരുദ്ധമായിട്ട്. എന്നിട്ടോ ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിനെതിരായിട്ട് പറഞ്ഞാലും ആരവിടെ സുന്നത്ത് ജമാഅത്തിനും ഇസ്ലാമിനെതിരായിട്ട് ഞങ്ങൾ പറയുന്നത്? സുന്നത്ത് ജമാഅത്തിന് മാത്രമല്ല, ഷിയാക്കൾക്ക് വേണ്ടിക്കൊണ്ട് കൊടി പിടിക്കുകയാണ് നിങ്ങൾ. ഷിയാക്കൾക്ക് വേണ്ടിക്കൊണ്ട് കൊടി പിടിക്കുകയാണ് നിങ്ങൾ. എവിടെ? കോണ്ടോട്ടി തങ്ങന്മാര് ഷിയാക്കളാണ് എന്നെ നേതൃത്വം നൽകിയത്. അയാൾ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് സമസ്ത അക്കാലഘട്ടത്തിൽ 1930-36 ആ കാലഘട്ടത്തിൽ അഥവാ എൻ്റെ ഉമ്മാനെ കെട്ടിച്ചിട്ടില്ല, അതല്ലെങ്കിൽ എൻ്റെ വല്യാപ്പ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. അക്കാലഘട്ടത്തിൽ പാസാക്കിയ പ്രമേയത്തെയാണ് ചവിറ്റുകൊട്ടയിലേക്ക് എറിയുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പമ്പേഴ്സും നൗഷാദും കാട്ടിയത്. ആര്? അക്കാലഘട്ടത്തിലുള്ള വടപൃശ്യം പോലത്തെ പണ്ഡിതന്മാരുടെ ഫത്വ. അറിയാൻ വർത്താനം ആരുടെ? എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ കാട്ടുകള്ളന് വേണ്ടിക്കൊണ്ട്, എൻ്റെ സുലൈമാൻ ബാവക്ക് വേണ്ടിക്കൊണ്ട്. ഏതാണ് നീർച്ച അറിയോ? കൊണ്ടോട്ടി നീർച്ച. എന്നിട്ട് അതാ സുന്നത്യമായത്ത് പറയുന്നത്. എനിക്ക് സുന്നത്യമായത്ത് പറയാനൊരു ചെറിയൊരു ഭാഗം കൂടി എനിക്ക് സുന്നത്യമായത്ത് പറയാനില്ല. ബാക്കി പറയാൻ എന്നിട്ട് ഞാൻ കൊണ്ടോട്ടി നീർച്ചന്റെ അവിടുത്തെ കാര്യം പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു. അതേ വാദം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെതിർത്തു. അതേ വാദം നജീബ് മൗലവി പറഞ്ഞപ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു. ഞങ്ങൾക്ക് സുന്നത്യമായത്തിന്റെ ആദർശത്തിനെതിരെ പറഞ്ഞാൽ പേരോടും കണക്കാണ്, ജിഫ്രി തങ്ങളും കണക്കാണ്, നജീബ് മൗലവിയും കണക്കാണ്. നിങ്ങൾ ഞങ്ങൾക്കൊരു ചുക്കുമല്ല. ഇവനെ കടന്ന് ചാകണ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാണല്ലോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ പിശാചി പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്താണ് ആ പറഞ്ഞത്? അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ അങ്ങനെ കടന്ന് ചാകുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ പിശാചി പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോടിന്റെ വാദം, ജിഫിരി തങ്ങളെ വാദം, നജീബ് മൗലവിയുടെ വാദം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, എന്നെ വെല്ലുവിളിക്കുകയാണ്. എനിക്ക് ധൈര്യം ഉണ്ടോ? ഈ നജീബ് മൗലവിയോ ജിഫിരി തങ്ങളോ പേരോട് ഉസ്താദോ അള്ളാന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ പിശാച് പുറപ്പെടാന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, അള്ളാന്റെ റസൂലിന്റെ രൂപത്തിൽ സ്വപ്നത്തിൽ ശൈത്താൻ വന്നേക്കാം എന്നായിരിക്കും ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അതിങ്ങോട്ട് ചൂടായിട്ട് എന്തൊക്കെ പറയേണ്ടതെന്ന് പുറത്തല്ല. പണ്ട് ഞാൻ സ്കൂളിൽ പോയി നടത്തുന്നുണ്ട്, ഇതിനൊരു മേമാക്കാറി, സ്കൂളിൻ്റെ അടുത്തൊരു മേമാക്ക ഹോട്ടൽ വെച്ചോടക്കാരൻ. അപ്പോൾ ഈ കുട്ടികൾ അന്ന് കഞ്ഞില്ലാത്ത സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും? ഹോട്ടലിലേക്കാണ് മണ്ടി ചെല്ലും. ഓടി അങ്ങോട്ട് ചെന്നിട്ട് ഹോട്ടലിന് തുറന്നിട്ട്, ഹോട്ടലിലത്തെ അലമാറാണ് തുറന്നിട്ട് ഈ അതിലുള്ള പൊറാട്ടൊക്കെ എടുത്തിട്ട് തിന്നും. അപ്പം ഇയാളിങ്ങോട്ട് ചൂട് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് വരും പൊറാട്ട അങ്ങോട്ട് തുറക്കും, അലമാറ അങ്ങോട്ട് തിന്നും എന്ന് പറഞ്ഞു. പൊറാട്ട അങ്ങോട്ട് തുറക്കും, അലമാറ അങ്ങോട്ട് തിന്നും. സംഭവം ഇതാ അങ്ങോട്ടും ഇങ്ങോട്ട് പേക്കാണ്. പറഞ്ഞാണ്ട് എന്തൊക്കെ ചൂടായിക്കാണ്ട് പറഞ്ഞതാണ്. അലമാറ തുറക്കും പൊറാട്ട തിന്നു എന്ന് പറഞ്ഞതാണ്. പൊറാട്ട അങ്ങോട്ട് തുറക്കും, അലമാറ അങ്ങോട്ട് തിന്നു എന്നാണ്. എന്നതുപോലെ ഇവ എന്തൊക്കെ പറയുന്നുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു, നജീബ് ഉസ്താദ് പറഞ്ഞു, ജിബ്രി തങ്ങൾ പാപ്പ പറഞ്ഞു എന്നാ പറഞ്ഞത്. അങ്ങനത്തെ ഒരു വാദം പേരോട് ഉസ്താദോ ജിഫിരി തങ്ങളോ
നജീബ് ഉസ്താദോ ആരെങ്കിലും പറഞ്ഞതായിട്ട് നിനക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? എന്നെ വെല്ലുവിളിക്കുകയാണ്. അടുത്ത പ്രസംഗത്തിൽ ഒന്ന് കാണിക്ക്. ഇത് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇത് ഉദ്ദേശിച്ചത് ഷെയ്ത്താന്റെ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ഷെയ്ത്താൻ വന്നേക്കാം എന്ന് ഇവർ പറഞ്ഞു എന്നായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രസംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ഷെയ്ത്താൻ വരും, പിശാച് വരും എന്ന് ഈ പണ്ഡിതന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആരെങ്കിലും ഒരാൾ പറഞ്ഞതായിട്ട് നിനക്ക് തെളിയിക്കാൻ കഴിയുമോ? നിന്നെ വെല്ലുവിളിക്കാണ്. അടുത്ത ക്ലിപ്പ് ചെന്നിടുവോ? അടുത്ത സ്ഥലത്ത് പ്രസംഗത്തിനാകുന്നിടുവോ? പേരോട് ഉസ്താദ് പറഞ്ഞിടുവോ? ജിഫിരി തങ്ങൾ പറഞ്ഞിടുവോ? അല്ലെങ്കിൽ നജീബ് മൗലവി പറഞ്ഞിടുവോ? എടാ, ഓരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാ. മനസ്സിലായി എനിക്ക്? അന്നെ പ്രസവിക്കണതിന്റെ മുമ്പ് സുന്നത്ത് ജമാഅത്ത് പറയലും പ്രചരിപ്പിക്കലും തുടങ്ങിയ പണ്ഡിതന്മാരെ ഓരൊക്കെ. ഓർക്ക് എൻ്റെ ഈ കാളമൂത്ര പ്രസംഗം കിട്ടിയിട്ടൊന്നും വേണ്ട. മനസ്സിലായോ? അങ്ങനത്തെ ഒരു വാദേ പറഞ്ഞിട്ടില്ല, പറയൂല. അവര് അങ്ങനത്തെ ഒരു വാദം പറഞ്ഞിട്ടില്ല, പറയൂല. പിശാചിന്റെ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടുമെന്ന്, സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഇവര് 3 പേരും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. മനസ്സിലായി എനിക്ക്? അവര് പറഞ്ഞ രൂപം ഒന്ന് പോയിട്ട് ശരിക്കൊന്ന് പോയിട്ട് കേൾക്ക്, എന്നിട്ട് മറുപടി, എന്നിട്ട് അവന്റെ കാളമൂത്ര പ്രസംഗം നടത്ത്. മനസ്സിലായോ? അവര് പറഞ്ഞ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ഷെയ്ത്താൻ വരാൻ കഴിയൂല. പക്ഷേ ഷെയ്ത്താൻ വന്നിട്ട് ഞാൻ നബിയാണെന്ന് പറയാലോ. ഷെയ്ത്താൻ വന്നിട്ട് പറയാം ഞാൻ നബിയാണ്. ഷെയ്ത്താൻ വന്നിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞൂടെ? ഞാൻ ജിബ്രീലാണ്, ഞാൻ മീകായിലാണ്, ഞാൻ നബിയാണ്, ഞാൻ മൂസാ നബിയാണ് എന്നൊക്കെ പറഞ്ഞൂടെ? ഇബ്ലീസിന് പറയാലോ. പക്ഷെ അത് യഥാർത്ഥം അല്ല, അത് യഥാർത്ഥമല്ല, അത് ഇബ്ലീസ് പറയാണ് എന്നുള്ള രൂപത്തിലാണല്ലോ ഈ 3 പണ്ഡിതന്മാരും പ്രസംഗിച്ചത്. ഇബ്ലീസിന് പറയാം, പക്ഷേ ഒരു കാരണവശാലും റസൂലുള്ളാഹി തങ്ങളുടെ രൂപത്തിൽ ഇബ്ലീസിന് വരാൻ കഴിയൂല. പക്ഷേ ഇബ്ലീസിന് പറയാം ഞാൻ റസൂലുള്ളാഹിയാണെന്ന്. ഇബ്ലീസിന് പറയാലോ. അതല്ലേ അവർ പറഞ്ഞത്, അതന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വാദം. ഇതെന്താ കരുതിയത്? കാളമൂത്ര പ്രസംഗം നടത്തുമ്പോൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് ആ കോമാളിത്തരം കളിച്ചിട്ട് മാശായിഖന്മാരെ വിഷയത്തിലേക്ക് ഏത് സമസ്തക്കാരൻ വന്നാലും ശരി, ഇത് നിങ്ങളെ തമ്മിലുള്ള ഷജറിയും മറ്റേ കളിയല്ല. ഇത് നിങ്ങൾ തമ്മിലുള്ള ഷജറിയും മറ്റേ കളിയല്ല. മറ്റേ കളി എന്ന് പറഞ്ഞാൽ ആരോ നളന്തക്കാരെയാണ് പറയണത്. കാരണം നളന്ത എന്ന് പറയാൻ അവന് പേടിയുണ്ട്. പേടി എന്ന് പറഞ്ഞാല് നല്ല പേടിയുണ്ട് അവന്. കാരണം എന്താ അറിയോ? അവിടെ നളന്തന്റെ സൂപ്പർവൈസറാണ് ആര്? നമ്മളെ നദവി, കൂരിയാട് നദവി. അതുപോലെ തന്നെ മൂപ്പര അടിക്കാലൊന്ന് പോയി പിടിച്ചു കണ്ട് ഫോട്ടോ എടുത്ത് കണ്ടു വിട്ടല്ലോ. എന്നതുപോലെ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ പോയി കണ്ടല്ലോ. അപ്പൊ ആ കണ്ടത് കൊണ്ട് നളന്ത എന്ന് പറയാൻ അവനെന്തുണ്ട്? ഒരു പേടി. കാരണം ഈ നളന്ത എന്ന് പറഞ്ഞാൽ എന്തേക്കാരാവ് വെച്ചിട്ട്. അപ്പൊ ഷജറ എന്ന് പറഞ്ഞു കണ്ട് ജിബിരി തങ്ങളൊന്ന് ഇകയറ്റി കാണിച്ചതാ. എന്താ മൂണുങ്ങള് അവിടെ പറയുമ്പോ? ഇതാൺകുട്ടികളോട് കളിച്ചാൽ ഇരുത്തേണ്ടത് തിരുത്തുകളല്ലോ. ആൺകുട്ടികളായിട്ട് കളിച്ചാൽ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യും. ഇതൊക്കെ നമ്മളടുത്ത് പഠിച്ചാട്ടോ. ഇതൊക്കെ ഇതില് തൃശ്ശൂർ ജില്ലയിൽ SSFന്റെ നേതൃത്വത്തിൽ ഇരുന്ന് കാണ്ട് പലയിടത്തും പോയി കാണ്ട് മറ്റൊരു വെല്ലുവിളിച്ച് കാണ്ട് ഇങ്ങനെ പഠിച്ചതാട്ടോ. ആ വാക്കുകൾ ഇങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണ്. അത് അന്നാ പറഞ്ഞതിനെ 1990 പ്രസംഗിച്ചിരുന്ന ആ 95, 96, 97 മുതൽ പ്രസംഗിച്ചിരുന്ന ആ ഒരു ഡയലോഗുകൾ ഇങ്ങനെ പറയാമെന്നുള്ളൂ കേട്ടോ. അതിലിങ്ങനെ ഇപ്പൊ എന്ത് ചെയ്തു? റിട്ടേൺ ആയിന്നുള്ളൂ, അല്ലാതൊന്നുമില്ല. അങ്ങനത്തെ ഒരു പൂതിന്റെ മനസ്സിലുണ്ട് വെച്ചേക്ക്. ഏത് സമസ്തക്കാരനാണെങ്കിലും ദീന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് നയലുണ്ട് എന്ന് പറഞ്ഞപ്പോ എവിടെ നിങ്ങളെ തൊള്ള? അള്ളാഹുവിന്റെ റസൂലിനിക്ക് നിയലുണ്ട് എന്ന് പേരോട് ഉസ്താദോ ജിഫിരി തങ്ങളോ നജീബ് മൗലവിയോ പറഞ്ഞതായിട്ടൊന്ന് പറയേ. അങ്ങനെ മുത്തലക്കൻ നിലക്ക് അള്ളാഹുവിന്റെ റസൂലിനിക്ക് നിയലുണ്ട് എന്ന് പറഞ്ഞതായിട്ട് മുത്തലക്കൻ നിലക്ക് പറഞ്ഞതായിട്ടൊന്ന് പറയടാ.
അള്ളാഹുവിന്റെ റസൂലിന്റെ റസൂലുള്ളാഹി തങ്ങൾ കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞപ്പോ എവിടെ അള്ളാന്റെ റസൂല് കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണ് എന്നുള്ളൊരു വാക്ക് ഏതെങ്കിലും ഒരു പണ്ഡിതൻ, പേരോട് ഉസ്താദ് അവിടെ നിൽക്കട്ടെ, ഏതെങ്കിലും ഒരാള്, ഒരു വഹാബിയാശയുള്ള ഒരാളായിക്കോട്ടെ, അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് കാണിക്കാൻ കഴിയോ? ഇത് വെറുതെ എന്തെങ്കിലും വിടുവായിത്തം വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളും പറഞ്ഞിട്ടില്ല. അന്റെ തൊള്ളേറ്റാച്ചാ പറഞ്ഞത് കുഴഞ്ഞെടുക്കുന്ന പിതാവിനെ പോലെയാണെന്ന് അന്റെ തൊള്ളേറ്റാച്ച് പറഞ്ഞത്. അന്റെ കാട്ടുകള്ളന്റെ തൊരീക്കത്തിൽ നിൽക്കുന്ന ജാ പറഞ്ഞത്. സമസ്ത നിങ്ങൾക്ക് എന്ത് ശംസുലുലമയുടെ പിന്തുണ നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? ശംസുലുലമയുടെ എന്ത് പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? ഉന്നത്യമായത്തിനെതിരായി പച്ച തോന്നിവാസം പറഞ്ഞപ്പോ അതിനെതിരെ മുണ്ടാൻ പറ്റാത്ത സമസ്ത മേലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നാൽ പ്രാമാണികമായി കുളിപ്പിച്ചു കിടത്തുകയല്ല ചെയ്യും ഞങ്ങൾ. അതിന് പറ്റിയ സോപ്പ് ഇൻഡോന്റെ അടുത്ത് ഇല്ല. അങ്ങനെ കുളിപ്പിച്ച് കടത്താൻ പറ്റിയ സോപ്പേ ഇൻഡോന്റെ അടുത്തില്ല. അങ്ങനെ കുളിപ്പിക്കാൻ പറ്റിയ സോപ്പ് ലോകത്തിന് ഇറങ്ങിയിട്ടുമില്ല. അത് മനസ്സിലാക്കിക്കച്ച്. അന്നെ കുളിപ്പിച്ചെടുത്താൻ പറ്റിയ സോപ്പ് ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഏത് കടയിൽ നിന്നും കിട്ടും അന്നെ കുളിപ്പിച്ചെടുത്താൻ, എൻ്റെ ആൾക്കാരെ കുളിപ്പിച്ചെടുത്താൻ പറ്റിയ സോപ്പ്. മനസ്സിലായി എനിക്ക്? ആ സമയത്ത് സമസ്തക്കാരെ കുളിപ്പിക്കാൻ പറ്റിയൊരു സോപ്പ് ഇന്ന് കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല. മനസ്സിലായി? ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല, ലോകത്തിന് ഇറങ്ങിയിട്ടില്ല. എന്ത് സമസ്ത കൈമാരെ അതിച്ച് പറഞ്ഞതൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് സമസ്ത? ചാത്തപ്പേരെന്ത് മഹേശ്വറ അന്നമാരി നിങ്ങൾക്ക് എന്ത് സമസ്ത? ഇത് പറഞ്ഞ സത്യമാണ്. ഇവിടെ മശായിഖന്മാരെ വഴിയിൽ ആ നിലക്ക് വന്നാ എല്ലാവർക്കും നല്ലത്. അല്ലാത്ത കളി കളിച്ചാ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവും കണക്കാ. വലവുക്കാന ആരൻ ഔ എവനൻ. ഇനി മഗ്‌രിബ് നിസ്കരിക്കുക, സുന്നത്ത്. ഓ എല്ലായിടത്തും ഈ ഡയലോഗ് തന്നെ പൊട്ടിക്ക. വലവുക്കാന ആരൻ ഔ യവൻ എന്നുള്ളത് ഇതൊന്ന് വിട്ടാ വണ്ടി അങ്ങ് ഇതിങ്ങനെ കടന്ന് ചത്തിട്ടൊന്നും കാര്യമില്ല. ഒരു കാര്യമില്ല. അതിന് മാത്രമുള്ളത് ഒന്നും നിങ്ങളെടുത്തില്ല. അത് നിങ്ങൾ എത്ര കെട്ടി പറഞ്ഞാലും നിങ്ങൾക്ക് ഉണ്ടാകൂല. സമസ്തക്കാരുടെ നേർക്ക് വെല്ലുവിളിക്കാൻ, അത് ഏത് സമസ്തയാണെങ്കിലും, AP സമസ്ത ആവട്ടെ, EK സമസ്ത ആവട്ടെ, ദക്ഷിണ കേരള ആവട്ടെ, സംസ്ഥാനാവട്ടെ, ഇവരൊന്നും വെല്ലുവിളിക്കാനുള്ള ഒരു രോമം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മേത്ത് പഠിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിക്കോ. എന്നാ ഇത് കുളിപ്പിച്ചെടുത്താണല്ലോ. ഇങ്ങളെ കുളിപ്പിച്ചാൽ പറ്റിയ സോപ്പ് ആ നാട്ടുകൂടിയിലെ പെട്ടിപ്പീടിയാന്നു അവിടെ വരെ കിട്ടും. ആ സമയത്ത് മറ്റുള്ളതിനെ കുളിപ്പിക്കാനുള്ള